ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നാമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജോമെട്രിയിലെ ഓൾറെഡി 14 ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 15ാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓൾറെഡി 29 ക്വസ്റ്റ്യൻസ് ട്രയാങ്കിളിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ 30ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുന്നത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ആ ക്ലാസ്സിലെല്ലാം കണ്ടിട്ട് വരിക. പ്ലേലിസ്റ്റിൽ ജോമെട്രി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഏകലവ്യ ബാച്ച് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ലെവലിൽ മുതൽ പഠിക്കുകയാണ്. പെർസെൻറ്റേജ് ചെയ്തതുപോലെ ജോമെട്രി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രയാങ്കിളൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസ് നോട്ട് ഇതുവരെയുള്ള ക്ലാസ് നോട്ട് ടെലിഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 500-ലധികം വീഡിയോസ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. ഏകലവ്യ, അർജുന, അങ്ങനെ റെയിൽവേയുടെ, ഒലീവ് ബോണ്ടിൻ്റെ സൊല്യൂഷൻ, അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് കാണും. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മാത്സും, അതും ഏറ്റവും ബെസ്റ്റ് മാത്സ് ക്ലാസ്, കംപ്ലീറ്റ് മാത്സ് ക്ലാസ്സും അതുപോലെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ക്ലാസ്സും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഷോർട്ട് വീഡിയോ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ബാക്കി ക്ലാസ്സുകൾ ഇതുവഴി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ CGL-ൻ്റെ ഡേറ്റ് വരാറായി. ഇപ്പോൾ CGL-ൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം മറന്നിട്ടില്ല. ഓൾറെഡി 8 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കിയും മോക്ക് ടെസ്റ്റുകൾ ചാനലിൽ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ബാക്കിയെല്ലാം തരുന്നതായിരിക്കും. ഇപ്പോൾ NTPC എക്സാമിന് മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് 2-3 മോക്ക് ടെസ്റ്റ് കൂടെ ഞാൻ നോക്കട്ടെ, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അപ്പോൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കേ, 2 medians NA and OB of triangle NOP intersect each other at C at right angles. If NA equal to 15 cm and OB equal to 15 cm, then what is the length of OA ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. മുന്നത്തെ ക്ലാസ്സുകൾ കാണാതെ നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രീവിയസ് ക്ലാസ്സുകളിലൂടെ നിന്ന് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ 2 medians NA and OB, അപ്പോൾ NOP എന്ന് പറയുന്ന ട്രയാങ്കിളിലെ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ളതാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. NOP എന്ന് പറയുന്ന ട്രയാങ്കിളിലെ മീഡിയൻസ് ആണ് NAയും NBയും. മീഡിയൻസ് ഒക്കെ നന്നായിട്ട് നമ്മൾ പഠിച്ച. അപ്പോൾ NA എന്ന് പറയുന്ന ഒരു മീഡിയൻ, അതുപോലെ OB എന്ന് പറയുന്ന വേറൊരു മീഡിയൻ, OB എന്ന് പറയുന്ന വേറൊരു മീഡിയൻ. ഓക്കെ, NAയും NA, ഇത് OB എന്ന് പറയുന്ന മീഡിയൻ എന്ത് ചെയ്യുകയാണ്, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അത് റൈറ്റ് ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 90 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത്, അത് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു ട്രയാങ്കിളിലെ 2 മീഡിയൻസ് ഒരു പോയിന്റ് മീറ്റ് ചെയ്താൽ മൂന്നാമത്തെ മീഡിയനും എന്ത് ചെയ്യും, ഇതേ പോയിന്റ് കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ സെൻട്രോയിഡ് ആയിരിക്കും. ഇപ്പോൾ സെൻട്രോയിഡ് ആണെന്ന് മനസ്സിലായി. ഇതിനാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇഫ് NAയുടെ വാല്യൂ വന്നിട്ടുണ്ട് 15 ആണ്. NA എന്ന് പറയുന്നത് മൊത്തത്തിൽ 15 ആണ്. ആൻഡ് OB രണ്ടും എന്താണ്, ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് OA എന്ന് പറയുന്ന ലെങ്ത്. അപ്പം നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൽ നമ്മളുടെ മീഡിയൻ ഇതാണെങ്കിൽ വെർട്ടെക്സിൽ നിന്നും മീഡിയൻ വരെയുള്ള ദൂരം 2 യൂണിറ്റ് ആണെങ്കിൽ മീഡിയനിൽ നിന്നും ഈ ഒരു സൈഡ് വരെയുള്ള ദൂരം 1 യൂണിറ്റ് ആണ്. 2:1 മീഡിയൻ എന്ത് ചെയ്യും, നമ്മളുടെ മീഡിയനല്ല സെൻട്രോയിഡ് എന്ത് ചെയ്യും, നമ്മളുടെ മീഡിയനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിനെ 2:1 ആക്കി കഴിഞ്ഞാൽ ടോട്ടൽ 15ൻ്റെ വാല്യൂ ആണ്. ഇത് 2:1 ആണ്. അപ്പോൾ ടോട്ടൽ 3 യൂണിറ്റ് ആണ് 15. 3 15 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ഒരു ലെങ്ത് 1ൻ്റെ വാല്യൂ ഇതൊന്നാണ്. ഈ ഒരു NA എന്ന് പറയുന്ന ലൈനിൽ 1ൻ്റെ വാല്യൂ എത്രയാണ്, 15/3 5 ആണ്. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും, ഇത് 5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതെന്താണ്, ഇത് 10 സെൻറ്റിമീറ്റർ. കാര്യം ഇതും എന്ത് തന്നെയാണ്, ഇത് 1 യൂണിറ്റ് ആണ്. ഇത് 2 യൂണിറ്റ് ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് ആണ്. ടോട്ടൽ 2 1 3 യൂണിറ്റിന് വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 15 സെൻറ്റിമീറ്റർ. 3ൻ്റെ 15 ആണെങ്കിൽ ഇത് എത്ര യൂണിറ്റ് ആണ്, 2 യൂണിറ്റ് ആണ്. 2ൻ്റെ വാല്യൂ വേണം. 5 × 2 നമുക്ക് എന്ത് കിട്ടും, ഇത് 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നു, ഇവിടെ 10, ഇവിടെ 5. ഇവിടുത്തെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, OA എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ് പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 10ൻ്റെ സ്ക്വയർ മൈനസ് 5ൻ്റെ സ്ക്വയർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും 5 × 2 ആണ്, ഇത് 5 × 1 ആണ്. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ എന്ത് കാണും, 5 കാണും. എന്നിട്ട് ബാക്കി പൈതഗോറസ് അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ 5√3. 5√3 ഓപ്ഷനില്ലേ, 5√4 √10 അല്ലേ ഇവിടെ വരുന്നത്, √10 √5 OA. യെസ്, ഓക്കെ. 90 ഡിഗ്രി അവിടെ ആണ്. സോറി 90 ഡിഗ്രി മേളിലാണല്ലോ. 90 ഡിഗ്രി ഇവിടെ അല്ലല്ലോ. 90 ഡിഗ്രി സോറി 90 ഡിഗ്രി മേളിലാണ്. ഓക്കെ, 90 ഡിഗ്രി മേളിലാകുമ്പോൾ ഇതായിരിക്കും ഹൈപ്പോട്ടൻസ്. ഓക്കെ, അപ്പോൾ ഇത് 10, ഇത് 5. ഇപ്പോൾ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ 5 എടുത്തു. 5 × റൂട്ട് ഓഫ് ഇത് 5 × 2 ആണ്. 2ൻ്റെ സ്ക്വയർ അധികം 1ൻ്റെ സ്ക്വയർ 4 അധികം 1 5√5 ഓപ്ഷൻ A നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഒരൊറ്റ കൺസെപ്റ്റുള്ള എന്താണ്,
സെൻട്രോയിഡ് നമ്മുടെ മീഡിയനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. 2:1 റേഷ്യോയിൽ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിക്കണം. ഇത് രണ്ടാണ്, ഇത് ഒന്നാണ്. ടോട്ടൽ 3 വരേണ്ട അടുത്ത് 15 എന്ന് വന്നിട്ടുണ്ട്. 3 15 ആണെങ്കിൽ 1 എത്രയാണ്? 5 ആണ്. ഇവിടെ ഇതേപോലെ ഇത് 2 യൂണിറ്റ് ആണെങ്കിൽ ഇത് 1 യൂണിറ്റ് ആണ്. ടോട്ടൽ 2 1 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് 15 എന്ന് വന്നിട്ടുള്ളത്. 3 15 ആണെങ്കിൽ 2ന്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. അതിന്റെ ഹൈപ്പോട്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. കഴിഞ്ഞതും CHSന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ എല്ലാ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻസ് വരും. CHS, MTS എല്ലാം, CGL, NTPC, റെയിൽവേ എല്ലാം വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ ട്രയാംഗിൾ STUയിൽ SC ആൻഡ് TF ആർ മീഡിയൻസ് ഇന്റർസെക്ട് അറ്റ് ഈച്ച് അതർ അറ്റ് O. UT വന്നിട്ടുണ്ട്, TF വന്നിട്ടുണ്ട്, SC വന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് TOE? അപ്പോൾ ഇവിടെ ആംഗിളിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരുന്ന നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് ഫിഗർ വരയ്ക്കണം. ട്രയാംഗിൾ STU എന്ന് പറയുന്ന ട്രയാംഗിളിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? SCയും TFും മീഡിയൻസ് ആണ്. SEയും അതുപോലെ TFും മീഡിയൻസ് ആണ്. ഈ സൈഡുകളെ എന്ത് ചെയ്യുകയാണ്? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ സൈഡും എന്ത് ചെയ്യും? മൂന്നാമത്തെ മീഡിയനും ഈ പോയിന്റിൽ കൂടെ തന്നെ പോകും. ഈ പോയിന്റ് സെൻട്രോയിഡ് ആണ്. എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? ഓക്കെ, O എന്ന് പറയുന്നത് O ആണ് നമ്മുടെ സെൻട്രോയിഡ്. ഇഫ് UT എന്ന് പറഞ്ഞാൽ എന്താണ്? UTയും SEയും. ഓക്കെ, ഇപ്പോൾ UT 34 ആണ്. ഇപ്പോൾ UT 34 ആണെങ്കിൽ UT 34 ആണ്. UT മൊത്തത്തിൽ 34 ആണ്. TF എത്രയാണ്? TF എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ല, SE TU അല്ലല്ലോ, TF ആണല്ലോ. സോറി, TF ആണ്. TF ആണ്. ഓക്കെ, UT സോറി, ഇവിടെ തെറ്റിയോ നമുക്ക്? STUയിൽ TFും SEയും. ഓക്കെ, SEയും TFും ഇതാണ്. UT ആണ് 34. ഓക്കെ, ഇതാണ് 34. ഓക്കെ, ഈ സൈഡ് 34 ആണ്, ഇത് 34 ആണ്. മീഡിയൻ ആയതുകൊണ്ട് ഇത് 17, ഇത് 17 ആയിരിക്കും. ഇവിടെ എല്ലാം 34. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് നോക്കുക. പിന്നെന്താ പറയുന്നത്? TF 22 ആണ്. TF മൊത്തത്തിൽ 22 ആണ്. ഇത് മൊത്തത്തിലാണ് 22.5. SC തന്നിട്ടുണ്ട്. SE മൊത്തത്തിൽ തന്നിട്ടുണ്ട് 24. 2 മീഡിയൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. പഠിച്ചോളൂ ആംഗിൾ TOE ഈ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ആ ആംഗിൾ വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? TOE എന്ന് പറയുന്ന ഈ ഒരു ട്രയാംഗിളിനെ ഞാൻ മാറ്റി നിർത്തുവാണ്. TOE ഈ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടി 17. കാര്യം എന്താണ്? ഫസ്റ്റ് കാര്യം എന്താണ്? UT 34 ആണ്. SC എന്ന് പറഞ്ഞ മീഡിയൻ ആണ്. മീഡിയൻ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയും 17, ഇവിടെയും 17. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 17 കിട്ടി. ഇനിയാണ് നമുക്ക് ഈ ട്രയാംഗിളിന്റെ സൈഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ കണ്ടുപിടിക്കാം. ഇത് 22 ആണെങ്കിൽ ഇതും എന്താണ്? 2:1 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. TF എന്ന് പറയുന്ന ലൈൻ മീഡിയൻ ആണ്. വെർട്ടെക്സിൽ നിന്ന് ഇവിടെ വരെ 2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെ 1 ആണ്. ഇതൊക്കെ നമ്മൾ വൃത്തിയായിട്ട് നിങ്ങൾ പഠിപ്പിച്ചാണ്. വൃത്തിയായിട്ട് ഫുൾ കാര്യങ്ങളും പഠിപ്പിച്ചാണ്. പിന്നെ ഞാൻ പ്രാക്ടീസ് മാത്രം ചെയ്യിപ്പിച്ചത്. അപ്പോൾ ടോട്ടൽ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് 22.5. 3 ആണെങ്കിൽ കാൽക്കുലേഷൻ ഡെയിലി ചെയ്യുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. 2ന്റെ വാല്യൂ നമുക്ക് ഇതാ വേണ്ടത്. 2ന്റെ വാല്യൂ എന്ത് കിട്ടും? ഇത് 45 ഗുണം 3, 45 75 ആണ്. 75 ഗുണം 3 ആണ്. 7.5 ഇൻറ്റു 3 ആണ് 22.5. 7 ഇൻറ്റു 2 15. ഇവിടെ 15 വരും. ഇപ്പോൾ D എന്ന് പറഞ്ഞ ലെങ്ത് എന്ത് വരും? ഇത് 2:1 24 ആണ് ടോട്ടൽ തന്നിട്ടുള്ളത്. 3ന്റെ വാല്യൂ ആണ് 24. അങ്ങനെയാണെങ്കിൽ 1ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. 3 8 ആണ്. 3ന്റെ വാല്യൂ 24 ആണെങ്കിൽ 1ന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇവിടെ 8 വരും. അപ്പോൾ 15 8 15 17 എന്താണ്? ട്രിപ്ലറ്റ് ആണ്. 8 15 17 ട്രിപ്ലറ്റ് ആണ്. അല്ലെങ്കിൽ 8ന്റെ സ്ക്വയറും 15ന്റെ സ്ക്വയറും കൂട്ടുന്നത് എത്രയാണ്? 17ന്റെ സ്ക്വയർ ആണ്. 8ന്റെ സ്ക്വയർ 64, 225, 289. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? ഈ ഒരു ട്രയാംഗിൾ എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിനകത്ത് 17 ആണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇവിടെ എന്ത് ആംഗിൾ വന്നേ പറ്റൂ? 90 ഡിഗ്രി വന്നേ പറ്റൂ. ഈ ക്വസ്റ്റ്യൻ ഇത്ര സമയമൊന്നും എടുക്കരുത്. ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ട്രയാംഗിൾ വരച്ചു. നമ്മൾ എന്ത് ചെയ്തു? SC എന്ന് പറയുന്നതും TF എന്ന് പറയുന്നതും മീഡിയൻ ആണെന്ന് പറയൂ. ഇത് 17 കിട്ടി, ഇത് 8 കിട്ടി, ഇത് 15 കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് വരണം? 90 ഡിഗ്രി വരണം. ആ ഒരു ഐഡിയ കൊണ്ടുവരണം. 2:1 റേഷ്യോയിലാണ് സെൻട്രോയിഡ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി പഠിച്ച കാര്യമാണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത, ഇഫ് ദ മീഡിയൻ ഡ്രോൺ അറ്റ് ദ ബേസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ഹാഫ് ഓഫ് ദ ബേസ് ദെൻ ദ ട്രയാംഗിൾ വിൽ ബി. അപ്പോൾ പറഞ്ഞേക്കുന്നത് നോക്കി എന്താ പറയുന്നത്? ഇവര് ഒരു ട്രയാംഗിൾ വരയ്ക്കുന്നു. അതിൽ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ഒരു മീഡിയം വരയ്ക്കുന്നു. ഇഫ് ദ മീഡിയൻ ABC ട്രയാംഗിളിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊരു മീഡിയൻ വരയ്ക്കുന്നു. ആ മീഡിയൻ ഡ്രോൺ അറ്റ് ദ ബേസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ഹാഫ് ഓഫ് ദ ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് ഇപ്പോൾ 2 യൂണിറ്റ് ആണെങ്കിൽ ഇത് ഒന്നും ആണെങ്കിൽ ഈ ബേസിന്റെ പകുതി ഇത് എന്താണ്? ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇതൊന്നാണെങ്കിൽ ഇതൊന്നാണ്, ഇതെല്ലാം ഈക്വൽ ആണ്. ഇവിടെ AD ഈക്വൽ ടു BD ഈക്വൽ ടു CD എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ കണ്ടീഷൻ എവിടെ മാത്രമേ ഉള്ളൂ? നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മാത്രമേ ഉള്ളൂ. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് മീഡിയം വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്തും 90 ഡിഗ്രിയിൽ നിന്നും വരയ്ക്കുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ നിന്നും വരയ്ക്കുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ ബാക്കി ഹൈപ്പോട്ടനസിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ സർക്കം റേഡിയസ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും. സർക്കം റേഡിയസ് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചാണ്. സർക്കം റേഡിയസ് നമ്മൾ സർക്കം റേഡിയസ്. ഇതിന് ചുറ്റും എന്ത് വരയ്ക്കും? ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ്. ഇതായിരിക്കും
സർക്കം സെന്റർ സി എന്ന് പറയും. സർക്കം സെന്റർ ഒക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, സർക്കം സെന്റർ ഒക്കെ പഠിച്ചതാണ്. യെസ്, ഓക്കെ, സർക്കം സെന്റർ പഠിച്ചാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ആ പ്രോപ്പർട്ടി എന്താണ്? നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ 90 ഡിഗ്രിയിൽ നിന്ന് വരയ്ക്കുന്ന മീഡിയൻ ലെങ്തും ആ ഒരു മീഡിയൻ എന്ത് ചെയ്യും? അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ആ മീഡിയൻ ലെങ്ത് ഒന്ന് തന്നെ ആയിരിക്കും, ബേസിന്റെ പകുതി ആയിരിക്കും. അപ്പോൾ ദ മീഡിയൻ ഡ്രോൺ അറ്റ് ദ ബേസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ദ ബേസ് ആണെങ്കിൽ, ബേസിന്റെ പകുതി ആണെങ്കിൽ, മീഡിയൻ വരയ്ക്കുന്നത് ബേസിന്റെ പകുതി ആണെങ്കിൽ ആ ട്രയാങ്കിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. ഇൻ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ബി എ സി വന്നിട്ടുണ്ട്. ബി എ സി 90 ഡിഗ്രി ആണ്. ആൻഡ് ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഡി എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് ട്രൂ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതാണ് 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് ജോയിൻ ചെയ്താൽ എ ഡി എന്ന് പറയുന്ന ലെങ്ത് എന്താണ്? മീഡിയൻ ആണ്. അപ്പോൾ ബി ഡിയും ഡി സി എന്താണ്? ഈക്വൽ ആണ്. എന്തുകൊണ്ട്? അത് മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അപ്പോൾ എ ഡി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാര്യം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട്. അല്ലെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് വരത്തുള്ളൂ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമുക്കൊരു സെമി സർക്കിൾ വരയ്ക്കാൻ പറ്റും. സർക്കിൾ വരയ്ക്കണമെങ്കിൽ എന്ത് വന്നേ പറ്റൂ? എ ഡിയും ബി ഡിയും ഡി സിയും സർക്കം റേഡിയസ് ആയേ പറ്റൂ. അതെല്ലാം എന്തായേ പറ്റൂ? ഈക്വൽ ആയേ പറ്റൂ. അപ്പോൾ നമുക്ക് പറയാം എ ഡി ഈക്വൽ ടു ബി ഡി ഈക്വൽ ടു സി ഡി. എ ഡി ഈക്വൽ ടു ബി ഡി ഈക്വൽ ടു സി ഡി എന്ന് പറയാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് വായിച്ചൊന്ന് ചെയ്യാൻ പറ്റും നോക്കി, ഇത്രയും പഠിച്ചത് വെച്ചിട്ട്. യെസ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് അത് തിരഞ്ഞെടുത്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും പൈസ ഇല്ല എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് പഠിക്കാതിരിക്കേണ്ടി വരത്തില്ല. എല്ലാ കാര്യങ്ങളും എന്തുണ്ട്? ഇവിടെ അവൈലബിൾ ആണ്. യെസ്, ശരി. പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സി. ബി ഇസ് ദ റൈറ്റ് ആംഗിൾ. ഓക്കെ, ബി എന്ന് പറയുന്നതാണ് റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ എ ബി സി ട്രയാങ്കിളിൽ ബി റൈറ്റ് ആംഗിൾ ആണ്. ഡി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ് എ സി. ഇഫ് എ സിയുടെ വാല്യൂ വന്നിട്ടുണ്ട് ടോട്ടൽ 4√3. ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഇത് അതിന്റെ പകുതി 2√3, ഇതും 2√3. ഫൈൻ ബി ഡി. ബി ഡി എന്ത് തന്നെ ആയിരിക്കും? ഇപ്പോൾ റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് ഇത് മിഡ് പോയിന്റ് ആണ്. ഇപ്പോൾ ബി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയൻ ആണ്. മീഡിയന്റെ ലെങ്തും നമ്മളുടെ ബേസിന്റെ പകുതി എന്ത് തന്നെ ആയിരിക്കും? ഈക്വൽ തന്നെ ആയിരിക്കും. ഇതും ഈക്വൽ ആണ്. അപ്പോൾ ബി ഡിയുടെ ലെങ്ത് എത്ര തന്നെ ആയിരിക്കും? 2√3. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇനി ഇത് സി ജി എല്ലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജോമെട്രി പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ നല്ല രസത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. The lengths of three sides of a triangle are respectively 48, 55 and 73. What is the length of the median joining the midpoint of the longest sides to the opposite vertex? ഇത് കാണുമ്പോൾ തന്നെ 48, 55, 73 നിങ്ങൾ നോർമലി കണ്ടിട്ടുള്ള ട്രിപ്ലറ്റ് അല്ല. അല്ലെങ്കിൽ 48ന്റെ സ്ക്വയറും 55ന്റെ സ്ക്വയറും കൂട്ടുമ്പോഴാണ് 73ന്റെ സ്ക്വയർ വരുന്നതെന്ന് നമ്മൾ കാണാതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ എന്തായിരിക്കും? 8ന്റെ സ്ക്വയർ 64, 4. 5ന്റെ സ്ക്വയർ 25, 5. അപ്പോൾ 5 4 9 വരുന്നത്. ഇതിന്റെ സ്ക്വയർ കൂട്ടുന്ന സമയത്ത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ആണെങ്കിൽ അതെന്താണ്? ട്രിപ്ലറ്റ് ആണ്. അല്ലെങ്കിൽ എ ബി സി ഇതാണ് ട്രയാങ്കിളിന്റെ സൈഡെങ്കിൽ നമുക്ക് എന്ത് പറയാം? റൈറ്റ് ആംഗിളിന്റെ സൈഡെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്തായിരിക്കും? സി സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ 42ന്റെ സ്ക്വയറും 55ന്റെ സ്ക്വയറും യൂണിറ്റിന്റെ സ്ക്വയർ കൂട്ടുമ്പോൾ 73ന്റെ സ്ക്വയർ 3ന്റെ സ്ക്വയർ 9 വരികയും ചെയ്തു. അപ്പോൾ 42ന്റെ സ്ക്വയർ പ്ലസ് 55ന്റെ സ്ക്വയർ എന്താണ്? 73ന്റെ സ്ക്വയർ ആണ്. ഇതെന്താണ്? ട്രിപ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, വേറൊരു വഴിയില്ല. അപ്പോൾ ഇതെന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡാണെന്ന് മനസ്സിലായി. അവർ തന്നില്ല റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 48, 55 ആണെങ്കിൽ ഇത് 73. യൂണിറ്റ് വെച്ചിട്ട് വെരിഫൈ ചെയ്യുക കേട്ടോ. യെസ്, വലിയ നമ്പറൊക്കെ ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ മീഡിയൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ലോങ്ങസ്റ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡ് ഇതാണ്. അതിന്റെ മിഡ് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ആ ഒരു മീഡിയന്റെ ലെങ്ത് വേണം. സൈഡ് ടു ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇതാണ്. അപ്പോൾ ഇതിന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 73 ആണെങ്കിൽ ഇത് 73/2 കാര്യം മീഡിയൻ ആണ്. 73/2 ഇതൊന്നും തന്നെ ആയിരിക്കും 73/2. 73/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 36. ഓപ്ഷൻ ഡി. ഇപ്പോൾ സി ജി എല്ലിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 35 ക്വസ്റ്റ്യൻ ട്രയാങ്കിളിൽ മാത്രം ചെയ്തു. പോളിഗണിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. 15ാമത്തെ ക്ലാസ് ആണ്. കുറച്ച് ചിന്ത ചെയ്യാം, പഠിച്ചു പോകാം. നിങ്ങൾക്ക് വീക്കിലി ഒരു 2 ക്ലാസ് എങ്കിലും നിങ്ങൾ ഏകലവ്യ ബാച്ചിൽ തരുന്നതായിരിക്കും. അർജുന ബാച്ചിലും അതേപോലെ തന്നെ ബാക്കി നമുക്ക് സൊല്യൂഷൻ ചെയ്യാനുണ്ട്. ലൈവ് മോക്കിന്റെ സൊല്യൂഷൻ ചെയ്യാനുണ്ട്. അതുപോലെ നമ്മളുടെ സി ജി എല്ലിന്റെ ക്ലാസ്സിൽ ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം NTPCയുടെ ഞാൻ കംപ്ലീറ്റ് മാത്സ് നിർത്തുവാണ്. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ മെമ്പേഴ്സിൽ ജോയിൻ ചെയ്യുന്ന അതിൽ മാത്സ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷും ചെയ്യുന്നു. സീരിയസ് ആയിട്ട് പഠിക്കണമെന്നുള്ളവർക്ക്
അവിടെ വന്ന് എന്ത് ചെയ്യാം, ഒരു ഷെഡ്യൂൾ വെച്ച് പഠിക്കാവുന്നതാണ്. ബാക്കിയുള്ളവർ ഈ ഒരു ചാനലിൽ എങ്ങനെയാണോ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരുന്നത് അതങ്ങനെ പോകും. കാരണം എന്ന് വെച്ചാൽ ഒരു ഷെഡ്യൂൾ വേണം. ഷെഡ്യൂളിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, എല്ലാവരും കേരളത്തിലുള്ള എല്ലാവർക്കും ഏറ്റവും സെറ്റായിട്ടുള്ള ക്ലാസ്സുകൾ, ഏറ്റവും അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവർക്കൊരു തരത്തിലുള്ള ബേർഡൻ ഉണ്ടാവരുത് അവർക്ക് കൊടുക്കുന്ന ഇതിൽ. അപ്പോൾ അവരും കുറച്ച് സീരിയസ് ആവണമെങ്കിൽ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ മാത്രമേ, അല്ലാതെ എല്ലാം ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സീരിയസ്നെസ് ഒരു കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവാതിരിക്കും. അത് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുള്ളതും കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കാര്യം നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.